നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭണ്ഡാരക്കാരന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ, പ്രത്യക്ഷപ്പെട്ടു. നമസ്കാരം. സുഖമല്ലേ? ആ, ഇതുവരെ നല്ല സുഖമായിരുന്നു. ഇനിയുള്ള കാര്യം എങ്ങനെയാണെന്നറിയില്ല. ഗൗരിയമ്മയെ കണ്ടിട്ടും കുറെ കാലമായി. അതിന്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്താ അമ്മേ, വീട്ടിൽ വന്ന അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറാ? ആ, ഞാൻ ചായ കൊണ്ടുവരാം. മുകുന്ദൻ എന്റെ കമ്പനിയിൽ ജോലി അന്വേഷിച്ചു വന്നിട്ടുണ്ടല്ലേ? ഗിരിയന്റെ അടുത്ത് മുകുന്ദന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനാരെയും ശുപാർശ ചെയ്യുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ശരിയാക്കി തരൂല്ലേ? വക്കീലൊരു കാര്യം ചെയ്യും, നാളെ തന്നെ രാവിലെ ഓഫീസിലേക്ക് ഒന്ന് വാ. ഞങ്ങളുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആക്കിക്കൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ മുകുന്ദനെയും കാത്ത് എന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ടാവും. ഇത്രയും വിശാല മനസ്കരാണ് ഗോപാൽജി എന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതിന് പ്രത്യുപകാരമായിട്ടേ ഞാൻ ശാലിനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമായിരിക്കും അല്ലേ? അത് ചെയ്യാനേ എനിക്ക് ബുദ്ധിമുട്ടാണ് ഗോപാൽജി. കാശ് കാണുമ്പോഴേ ചാടി വീഴുന്ന കുറെ വക്കീലന്മാരെയും പോലീസുകാരെയും നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. കാരണം എൻ്റെ അമ്മ എന്നെ വളർത്തിയത് അങ്ങനെയല്ല. എവിടെ പോയാലും കാണും നിന്നെ പോലെയുള്ള ഒന്ന് രണ്ടെണ്ണം. നീതി, ആത്മാർത്ഥത, സത്യസന്ധത എന്നൊക്കെ പറഞ്ഞ് നടക്കും. അവരെ കൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല. ചുമ്മാ ന്യായത്തിന് വേണ്ടി